കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ സേതുവിന്റെ പല്ലവിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് മിത്രനും ഉണ്ണിക്കുട്ടനും എല്ലാം ചേർന്ന് ശ്രീഹരിനെ കുറ്റപ്പെടുത്തുവാണ്. എന്നാലും ഇത് വേണ്ടിയിരുന്നില്ല കേട്ടോ ശ്രീഹരി. നീ ഒന്നും മനസ്സ് വെച്ചിരുന്നെങ്കിൽ അച്ഛന്റെ ജീവിതം രക്ഷിക്കാനായിട്ട് പറ്റിയണം. ഇതൊക്കെ പൂർണ്ണാമ്മ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? അച്ഛനെ കാണാനില്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് സഹിക്കാൻ പറ്റുമോ? നിനക്ക് അവളോട് ഒരു ഇഷ്ടമുണ്ടെന്ന് അത് നേരത്തെ തന്നെ തുറന്നു പറയായിരുന്നെങ്കിൽ ഇപ്പൊ അച്ഛൻ നിന്നോടൊപ്പം കണ്ട എന്താണ് ഇത്രയും വലിയ ക്രൂരത ചെയ്യേണ്ടിയിരുന്നില്ല. ഒരു ജീവിതമല്ല നീ നശിപ്പിച്ച എന്നും പറഞ്ഞ് കുറ്റപ്പെടുത്തുവാണ്. അങ്ങനെ കുറ്റപ്പെടുത്തി പോയി കഴിഞ്ഞപ്പോഴത്തേനും ശ്രീഹരിക്ക് വല്ലാത്ത വിഷമം. ദൈവമേ, താനാണോ തെറ്റ് ചെയ്തേ? താൻ ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ അച്ചു തന്റെ ജീവിതത്തിൽ ഉണ്ടായേനോ. അങ്ങനെയാണെങ്കിൽ ഇപ്പോഴും അവൾക്ക് ഇങ്ങനെ ഒളിച്ചു പോകേണ്ട കാര്യം വരത്തില്ലായിരുന്നു. അങ്ങനെ ഒരു ചിന്തയാണ് ശ്രീഹരിയുടെ മനസ്സിലുണ്ടായിരുന്നത്. ശ്രീഹരിക്ക് അറിയില്ലല്ലോ അവിടെ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചൊന്നും. പിന്നീട് പൂർണിമ സ്വാധീനിക്കനെ വിഷമിച്ചിരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് ഋതു വരുന്നത്. ഋതു വന്ന് ഇറങ്ങിയ ഉടനെ കുറുപ്പമാവൻ ചെന്ന് ചോദിച്ചു, എന്തായി മോളെ കാര്യങ്ങള്? അവളെ കുറിച്ച് വല്ല വിവരം കിട്ടിയെന്ന് ചോദിക്കും അച്ചുവിനെ കുറിച്ച്. അപ്പോഴേക്കും പറഞ്ഞു, ഇല്ല, ഒരു വിവരം കിട്ടിയില്ലെന്ന് പറയാണ്. പൂർണിമയോട് പറഞ്ഞു, ഞാൻ അന്വേഷിക്കാൻ പറ്റുന്നിടത്തല്ല അന്വേഷിച്ചു. ഹോസ്പിറ്റലും കാര്യങ്ങളും എല്ലാം അന്വേഷിച്ചു. വല്ല ആക്സിഡന്റ് കേസോ എന്തെങ്കിലുമൊക്കെ നടന്നോ അറിയത്തില്ലോ, അതിനെക്കുറിച്ചൊക്കെ അന്വേഷിച്ചു. പക്ഷെ ഒരു വിവരവും കിട്ടിയില്ല, ഒരു ഡീറ്റെയിൽസും കിട്ടിയിട്ടില്ല എന്ന് പറയാണ്. ഇനിയിപ്പൊ എന്ത് ചെയ്യുന്ന ചോദിക്കാം. അല്ല, അമ്മയല്ലേ ഇങ്ങനെയുള്ള ആൾക്കാരെ കല്യാണം ഏൽപ്പിക്കുള്ളൂ. പന്തല് പണിക്കാരനെയൊക്കെ കല്യാണം ഏൽപ്പിച്ചിട്ട് വല്ലതും നടക്കുന്ന കാര്യമാണോ? ബ്യൂട്ടി പാർലറിലേക്ക് തനിച്ചു വിട്ടിരിക്കുന്നു. അതിന് സേതു എന്ത് തെറ്റിയെന്നാ? അല്ല, തന്നെ വിടേണ്ട കാര്യം ഉണ്ടായിരുന്നോ അവളെ? ഒന്നെങ്കിൽ പല്ലവി അല്ലെങ്കിൽ സേതുമാധവൻ കൂടെ പോണ്ടതല്ലായിരുന്നോ? അതിന് പകരം അവളെ തന്നെ ബ്യൂട്ടി പാർലറിലേക്ക് വിട്ടിട്ട് ഇനിയിപ്പൊ കരഞ്ഞിട്ട് വല്ല കാര്യം ഉണ്ടോന്ന് ചോദിക്കാം. എനിക്കറിയത്തില്ല ഇനിയിപ്പം നിഖിലിന്റെ വീട്ടുകാരോട് എന്തു പറയണമെന്ന്. അത് ഓർത്തിട്ട് വല്ലാത്തൊരു വിഷമം എന്ന് പറയണം. എന്ത് പറയാനാ? കാര്യങ്ങളൊക്കെ അവരോട് തുറന്നു പറയണം. അല്ലാതെ ഇപ്പൊ ഇനി എത്ര സമയം മറച്ചു വെക്കാൻ പറ്റും? അമ്മയ്ക്കറിയാലോ, മുഹൂർത്തം എന്ന് പറയുന്ന സമയം അത് 10:30ക്കും 11:55 ഇടയ്ക്കാ. ഇപ്പൊ തന്നെ സമയം ഒരു 10:30 ഇനി കുറച്ച് കഴിയുമ്പത്തേനും നിഖിലിന്റെ വീട്ടുകാർ ചോദിക്കാൻ തുടങ്ങും, പെണ്ണെന്തിയെന്ന്. അപ്പൊ നമ്മൾ എന്ത് മറുപടി പറയുമെന്ന് ചോദിക്കാം. എനിക്കറിയില്ല, ഒരു പക്ഷേങ്കിൽ അതിനു മുമ്പ് തന്നെ അവളിങ്ങ് എത്തുമായിരിക്കും എന്ന് പറയാം. എത്തും, നല്ല എത്തലെത്തും എന്ന് പറയണം. പിന്നീട് പൂർണിമയ്ക്കാണെങ്കിൽ വല്ലാത്തൊരു വിഷമായി. ഒരു പക്ഷേങ്കിൽ ഇനിയിപ്പൊ പല്ലവി സേതു കണ്ടെത്തി കാണുമോ എന്നൊരു സംശയം മനസ്സിലേക്ക് വരുന്നുണ്ട്. ആ സമയം സേതുവും പല്ലവിയും കൂടെ പോവാണ് കാറിൽ. നിരഞ്ജന മാഡത്തിന്റെ കോള് ഇതിനായിട്ടും വന്നിട്ടില്ലോ, മാഡത്തിനോട് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറയണം. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് മാഡത്തിന്റെ കോള് വരുവാണ്. ദേ, മാഡം വിളിക്കുന്നുണ്ട്. പെട്ടെന്ന് പല്ലവിയോട് പറഞ്ഞു, എടുക്കാൻ പറയാണ് സേതു. അങ്ങനെ പല്ലവി കോൾ എടുത്തു. മാഡം, വല്ല വിവരം കിട്ടിയോ? ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും നിരഞ്ജന മാഡം പറഞ്ഞു, അതെ, ഫോൺ ടവർ ഒക്കെ ചെക്ക് ചെയ്തു. അത് അവസാനമായിട്ട് കാണിച്ചിരിക്കുന്ന പൊന്നുമ്മട അവിടെ വെച്ച് ഫോൺ സ്വിച്ച് ഓഫ് ആയിരിക്കും എന്ന് പറയാണ്. അവിടെ വെച്ച് ഫോൺ സ്വിച്ച് ഓഫ് ആനോ? അങ്ങനെ ഒരിക്കലും വരാൻ വഴിയില്ല എന്ന് പറയാണ്. അച്ചു പോയ ബ്യൂട്ടി പാർലറല്ലേ, അപ്പൊ അവിടെ എവിടെയെങ്കിലും വെച്ചായിരിക്കില്ലേ? ആ വീട്ടിൽ വെച്ച് എങ്ങനെയാ അതറിയത്തില്ല. പക്ഷെ വീട്ടിൽ വെച്ചിട്ടാണ് അവസാനം ടവർ ലൊക്കേഷൻ കാണിക്കുന്നത്. അവിടെ വെച്ചാണ് ഫോൺ സ്വിച്ച് ഓഫ് ആയിരിക്കുന്നത്. അതിന് ശേഷം എന്താ? അല്ല, ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇനി പല്ലവിക്ക് വീട്ടിൽ വേറെ ശത്രുക്കളെല്ലാം ഉണ്ടോന്ന് ചോദിക്കുക. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പല്ലവിക്കല്ല, അച്ചുവിന് വീട്ടിൽ വേറെ ശത്രുക്കളെല്ലാം ഉണ്ടോന്ന് ചോദിക്കുക. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് പല്ലു പറഞ്ഞു, ഇല്ല മാഡം, അങ്ങനെ ആരുമില്ല. വീട്ടില് ശത്രുക്കൾ ആരാ ഉള്ളത്? അങ്ങനെ ആരും ഇല്ല എന്ന് പറയണം. എങ്കിലും എന്നാലും ടവർ ലൊക്കേഷൻ കാണിച്ചേക്കുന്ന അവിടെയാ, ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. എന്തേലും ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ അറിയിക്കാന്ന് പറയണം. അങ്ങനെ കോള് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോ സേതി ചോദിച്ചു, അല്ല, എന്താ മാഡം പറഞ്ഞ്? എന്താന്ന് ചോദിക്കണം. അച്ഛൻ്റെ ടവർ ലൊക്കേഷൻ കാണിച്ചിരിക്കുന്ന ഫോണിന്റെ വീടിന്റെ അവിടെയാന്ന്. അതെങ്ങനെ അവിടെ? അല്ല, അവിടെ എങ്ങനെ വരുന്ന? ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. എനിക്കറിയത്തില്ല സേതു ഏട്ടാ. ഇനിയിപ്പം നമ്മൾ അറിയത്തില്ലാതെ വേറെ ഏതെങ്കിലും ശത്രു ഉണ്ടോന്ന് ചോദിക്കാം. സേതു പറഞ്ഞു, പല്ലവിക്ക് ആരെങ്കിലും സംശയമുണ്ടോ? ഇപ്പൊ സംശയമൊന്നും ഇല്ല, പക്ഷെങ്കിൽ എല്ലാം കൂടെ കൂട്ടി വായിച്ച് ചെയ്യുമ്പത്തേനും ഒരെത്തും പിടിയും കിട്ടുന്നില്ലല്ലോ. ഇനിയിപ്പം റേഞ്ച് പോയതെങ്ങാനാണോ? ഇനി ഫോൺ വീട്ടിൽ വെച്ച് എങ്ങനെ സ്വിച്ച് ഓഫ് ആയി പോയതാണോ? അതും അറിയത്തില്ല. ഈ സമയത്ത് പൂർണിമ വിളിക്കുവാണ് പല്ലവിയുടെ ഫോണിലേക്ക്. അതെ, പൂർണ്ണമ്മ വിളിക്കുന്നുണ്ടെന്ന് പറയണം. കോൾ എടുക്കാതിരുന്ന സംശയം തോന്നുന്നു പറയണം. പിന്നീട് പൂർണ്ണിമ വിളിച്ചിട്ട് ചോദിച്ചു, എന്താ കാര്യങ്ങള്? അച്ഛനെ കുറിച്ചുള്ള വല്ല വിവരം കിട്ടിയെന്ന് ചോദിക്കാം. ഇതുവരെയായിട്ടും കിട്ടിയിട്ടില്ല, പക്ഷെ ഉടനെ തന്നെ കിട്ടും. ചില സൂചനകളൊക്കെ കിട്ടിയിട്ടുണ്ടെന്ന് പറയണം. ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുവാന്ന് പറയാം. ഇത് കേട്ടോ പൂർണ്ണം പറഞ്ഞു, ഇനി അവരോട് എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. കുറച്ച് സമയം കൂടെ മുഹൂർത്തത്തിനുള്ളൂ. അമ്മ ധൈര്യമായിട്ടിരിക്കുക, ഒന്നും സംഭവിക്കില്ല. മുഹൂർത്തത്തിന് മുമ്പ് ഞങ്ങള് അവളുമായിട്ട് അങ്ങോട്ട് എത്തിയിരിക്കും. അമ്മ പേടിക്കേണ്ട കാര്യമൊന്നും ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് ധൈര്യം കൊടുക്കുകയാണ്.
അങ്ങനെ ഫോൺ വെച്ച് കഴിഞ്ഞപ്പോഴത്തേനും പൂർണിമയുടെ ഹൃദയ വെച്ച് എന്ത് പറഞ്ഞു? അല്ല, ഉടനെ തന്നെ കൊണ്ടുവരുമെന്ന് പറഞ്ഞു. അച്ഛനെ കണ്ടെത്താന്ന് പറഞ്ഞു. പിന്നെ അവരല്ലേ പോലും, അമ്മയ്ക്ക് വേറെ പണിയില്ലേ? അവരെ വിശ്വസിച്ചോണ്ടിരിക്കാനായിട്ട് അമ്മയ്ക്കല്ലേ പറ്റുള്ളൂ എന്ന് ചോദിക്കണം. അപ്പത്തേനും പ്രതാപൻ അങ്ങോട്ട് വന്നു. പ്രതാപൻ വന്നിട്ട് ചോദിച്ചു, എന്തായി കാര്യങ്ങള്, വല്ല വിവരവും കിട്ടിയെന്ന് ചോദിക്കാം. ഇത് കേട്ടപ്പോ പൂർണ്ണിമ പറഞ്ഞു, വരും, അച്ഛൻ ഉടനെ തന്നെ വരുമെന്ന് പറയാം. ദേ ഒരു കാര്യം പറഞ്ഞാൽ കാണിച്ച്, ഇതുവരെയായിട്ട് നിഖിലിന്റെ വീട്ടുകാര് കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല. എത്ര സമയം ഇങ്ങനെ മറച്ചു പിടിക്കാനായിട്ട് പറ്റും? ബ്യൂട്ടി പാർലറാണെന്ന് വിചാരിച്ചോണ്ട് അവരിയ്ക്കുന്നേ. പക്ഷെ കുറച്ച് സമയം കൂടെ കഴിയുമ്പോഴത്തേനും കളി അങ്ങോട്ട് മാറുമെന്ന് പറയാണ്. ഋതു പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നമുക്ക് അവരുടെ സത്യങ്ങൾ അങ്ങ് തുറന്നു പറഞ്ഞേക്കാന്ന് പറയാം. പൂർണ്ണി പറഞ്ഞു, കുറച്ച് സമയം കൂടെ വെയിറ്റ് ചെയ്യുക, എന്തായെന്ന് അറിയത്തില്ലോ, കുറച്ച് സമയം കഴിയുമ്പോഴത്തേനും ചിലപ്പം വരുമായിരിക്കും, അതുവരെ വെയിറ്റ് ചെയ്യാൻ നമുക്ക് പറയാം. അല്ലെങ്കിൽ ഇപ്പൊ പറഞ്ഞിട്ടുണ്ട് ചിലപ്പം കല്യാണം അങ്ങനെ മുടങ്ങിപ്പോയാലോ എന്നൊരു ചിന്തയായിരുന്നു പൂർണ്ണിമയുടെ മനസ്സിലുണ്ടായിരുന്നത്. ആ സമയം അച്ചു കാർ ലോക്ക് ചെയ്തിരിക്കുക. കാറിനകത്ത് ഇങ്ങനെ നല്ലതൊക്കെ എന്നെ തുറന്നു വിടാനും പറഞ്ഞോണ്ട് പുറത്തു നിന്നപ്പം വീഡിയോ പിടിക്കുന്നുണ്ട് ഒരാള്. അങ്ങനെ വീഡിയോ പിടിച്ചിട്ട് എന്ത് ചെയ്യുവാണ്, അങ്ങോട്ട് അയക്കുന്നുണ്ട്. കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേനും പല്ലവിയുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരുന്നുണ്ട്. പല്ലവി ഇത് കണ്ടു. കാറിനകത്ത് കിടന്ന് അലറി നിലവിളിക്കുന്ന അച്ചുവിനെ. ദൈവമേ, ഇത് അച്ചു ആണല്ലോ, ഇങ്ങ് നോക്കിയേ, സേതുവേട്ടാന്ന് പറഞ്ഞ് കാണിക്കുവാണ്. ദൈവമേ, ഇത് അച്ചു ആണല്ലോ, അവൾക്ക് ഇത് എന്ത് സംഭവിച്ചു? അവളെ ആരോ കിഡ്നാപ്പ് ചെയ്ത് തട്ടിക്കൊണ്ട് പോയിരിക്കുന്നുള്ള കാര്യം മനസ്സിലായി. പെട്ടെന്ന് തന്നെ പല്ലവി അടിച്ചു, അല്ല ഇത് ഏത് നമ്പറിൽ നിന്ന് വന്നേക്കെന്ന് ചോദിക്കുക. പരിചയമില്ലാത്ത നമ്പറാ, ഒരു കാര്യം ചെയ്യുക, അതിനകത്തേക്ക് വിളിക്കാൻ പറയണം. അങ്ങനെ അതിനകത്തേക്ക് വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ഹലോ എന്ന് പറയണം. അത് ഇന്ദ്രന്റെ നമ്പറായിരുന്നു. ഞാൻ കാത്തിരിക്കുമായിരുന്നു പറയണ ഇങ്ങനെ ഒരു വിളിക്ക് വേണ്ടിയിട്ട്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് പല്ലവി പറഞ്ഞു, ഇതേ ഇന്ദ്രനെ വിളിക്കണേന്ന് പറയണം. ആ ഫോൺ ഇങ്ങോട്ട് തരാൻ പറയണം. സേതു ഫോൺ വാങ്ങി. എടാ നിനക്ക് എന്താടാ വേണ്ടേന്ന് ചോദിക്കുക. എന്താ വേണ്ടേന്നോ? എന്താ വേണ്ടേന്ന് പറഞ്ഞാൽ നീ എനിക്ക് തരുവോ? നിനക്കത് തരാൻ കഴിയില്ലെന്നറിയാം. ഇനിയിപ്പൊ നീ തരാൻ സമ്മതിച്ചാലും അവള് വരത്തില്ലല്ലോ എന്ന് പറയാ. എനിക്ക് വേണ്ടത് പല്ലവീനെയാ. നീ എന്താ എന്നെ കുറിച്ച് വിചാരിച്ചോണ്ടിരിക്കണെന്ന് ചോദിക്കാം. ദേ മര്യാദയ്ക്ക് എനിക്ക് അവളെ വിട്ടു വന്നോണോ അച്ഛനെ, അല്ലെങ്കിൽ ഉണ്ടല്ലോ, അല്ലെങ്കിൽ നീ എന്തു ചെയ്യൂടാ, ഒന്നും ചെയ്യാൻ പോകുന്നില്ല. പല്ലവീനെ കൊണ്ടുവരുവാണെങ്കിൽ മാത്രം ഞാൻ അവളെ വിട്ടുതരും, അറിയാലോ, ഇല്ലെങ്കിൽ ഉണ്ടല്ലോ എന്താ സംഭവിക്കാൻ പോകുന്നത് എന്നൊക്കെ പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ അച്ഛനും സേതുവിനും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പെട്ടെന്ന് പറഞ്ഞു, ഞാൻ പറയുന്നിടത്തേക്ക് വാടാന്ന് പറയണം. നീ എന്താ വിചാരിച്ചോണ്ടിരിക്കുന്നത്? ഇന്നത്തെ കാലത്ത് ക്യാമറയും കാര്യങ്ങളൊക്കെ ഉള്ളതാ, നിനക്ക് അതിനെക്കുറിച്ച് ഒന്നും അറിയത്തില്ലല്ലേ? പല്ലവിയോട് ചോദിച്ചാൽ കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് പറ്റും. അല്ല നിനക്ക് എങ്ങനെ അതിനെക്കുറിച്ചൊക്കെ അറിയാൻ പറ്റുന്നേ? ഒരു കാര്യം ചെയ്യാം, എത്രയും പെട്ടെന്ന് ഞാൻ ലൊക്കേഷൻ പറഞ്ഞുതരാം. ആ ലൊക്കേഷൻ സ്ഥലത്തേക്ക് നീ വരണം, അല്ലെങ്കിൽ ഉണ്ടല്ലോ എന്താ സംഭവിക്കാൻ പോകുന്നത്. ഓ നിന്റെ പെങ്ങൾക്ക് പൊള്ളിയിട്ടുണ്ടെങ്കിൽ നിനക്കാണല്ലോ പൊള്ളുന്നത്. അവൾക്ക് വേണ്ടിയിട്ട് ജീവൻ കളയാൻ പോലും നടക്കുന്നവനല്ലേ നീ. വരാതിരിക്കില്ലെന്ന് എനിക്കറിയാം, നീ വരണമെന്ന് പറയാം. അവളെയും കൂടെ കൂട്ടിക്കൊണ്ട് വേണം വരാനായിട്ട്. വരുമ്പം ആ പല്ലവിനെയും കൂടെ എങ്ങനെയുണ്ടെന്ന് ചോദിക്കാം. ഇത് കേട്ടതും സേതു പറഞ്ഞു, ഞാൻ വരൂടാ, ഞാൻ വരാതിരിക്കില്ല, എന്റെ പെങ്ങൾക്ക് വേണ്ടി ഞാൻ എവിടെ വേണം വരുമെന്ന് പറയണം. അങ്ങനെ കോള് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പല്ലവിയോട് സേതു പറഞ്ഞു, നീ വരണ്ട, നീ വന്നാൽ ശരിയാകത്തില്ലെന്ന് പറയണം. ഞാൻ വരാതിരിക്കില്ല സേതുവേട്ടാ, ഞാൻ വരും. കാരണം അവന് വേണ്ടത് എന്നെയാണെങ്കിൽ എനിക്ക് വരാതിരിക്കാൻ കഴിയില്ലോ, ഞാൻ വരുമെന്ന് പറയണം. അല്ല അത് പിന്നെ പല്ലവി, സേതുവേട്ട കൂടുതലൊന്നും പറയണ്ടെന്ന് പറയണം. പിന്നീട് ആകെപ്പാടെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അത് പൂർണ്ണിമ സ്വാതിയൊക്കെ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ്. അപ്പോഴേക്കുമാണ് പ്രതാപനും ശ്രീദേവിയും കൂടെ അങ്ങോട്ട് വരുന്നത്. ശ്രീദേവി എന്നിട്ട് എത്ര സമയമായി, ഇതുവരെ ആയിട്ടും എന്താ പെണ്ണ് ബ്യൂട്ടി പാർലറിൽ ഇറങ്ങിയില്ലെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ പൂർണ്ണിമയ്ക്ക് എന്ത് മറുപടി പറയാൻ നടത്തില്ല. സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞാലോ, ഇനിയിപ്പം മറച്ചു വെച്ചിട്ട് കാര്യമില്ല, ഇനിയിപ്പം വരുമെന്നും തോന്നില്ല. ആ പ്രതീക്ഷകളൊക്കെ പോയി. അപ്പോഴേക്കും പൂർണ്ണിമയുടെ ഫോൺ ബെല്ലടിച്ചു. പല്ലവിയാ വിളിക്കുന്നത്. പല്ലവി വിളിച്ചിട്ട് പറഞ്ഞു, അതെ അമ്മ പേടിക്കണ്ട കേട്ടോ, കുറച്ച് കഴിയുമ്പോഴത്തേനും ഞങ്ങൾ അച്ഛനെയും കൊണ്ട് അങ്ങോട്ട് വരും. അമ്മ ധൈര്യമായിട്ട് ഇരുന്നോളാൻ പറയണം. കല്യാണത്തിന്റെ ഒരുക്കങ്ങളൊന്നും നിർത്തി വെക്കണ്ട, എല്ലാം നടത്തിക്കോളാൻ പറയണം. അങ്ങനെ പെട്ടെന്ന് തന്നെ ഇത് കേട്ട് കഴിഞ്ഞപ്പത്തിന് പൂർണ്ണം പറഞ്ഞു, അതെ അച്ചു വന്നോണ്ടിരിക്കുക, ഇപ്പൊ തന്നെ വരുമെന്ന് പറയാം. ഓ ഇതിന് മാത്രം ഒരുക്കോ ബ്യൂട്ടി പാർലർ? അങ്ങനെയാണെങ്കിൽ ആ ബ്യൂട്ടീഷ്യനെ ഇങ്ങോട്ട് വിളിച്ചാൽ പോരായിരുന്നു എന്ന് ചോദിക്കുക. പ്രധാൻ ചോദിച്ചു, ഇപ്പൊ തന്നെ വരുമല്ലോ അല്ലെ? വരും പ്രതാവ, ധൈര്യമായിട്ട് പോയിക്കോ, കല്യാണത്തിന്റെ ഒരുക്കങ്ങളൊക്കെ നടത്തിക്കോളാൻ പറയണം. അങ്ങനെ അവരെങ്ങോട്ടേക്ക് പോകുമ്പത്തിനും ഋതു ചോദിച്ചു, അല്ലമ്മേ എന്താ പറഞ്ഞെന്ന് ചോദിക്കണം. ഇപ്പൊ തന്നെ വരൂന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞോന്ന് ചോദിക്കുകയാണ്. അങ്ങനെ പറഞ്ഞു. ഋതു ഇങ്ങോട്ട് മാറിയെന്ന് ആലോചിക്കുവാണ്. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ, എന്താ സംഭവിച്ചെന്ന് അറിയത്തില്ല. ഋതു ഇങ്ങനെ ആലോചിക്കുന്നുണ്ടാടോ. എന്നിട്ട് ഈ സമയം പൂർണ്ണം വെച്ചു, എന്താ മോളെ നീ ആലോചിക്കണേന്ന് നിൽക്കുക? ഒന്നുമില്ലാന്ന് പറയണ. പിന്നീട് നിഖിലിനെ കതിർമണ്ഡപത്തിലേക്ക് കയറ്റിയിരുത്തുവാണ്. മുഹൂർത്താറായി, ഇപ്പൊ തന്നെ അച്ചു വരുമല്ലോ. ആ ഒരു പ്രതീക്ഷയോട് കൂടിയിട്ട് നിഖിൽ അങ്ങനെ മണ്ഡപത്തിലേക്ക് കയറി ഇരിക്കുകയാണ്. ആ സമയം ഇന്ദ്രൻ ചെല്ലുന്ന അച്ചുവിന്റെ അരിയിലേക്കാണ്. അപ്പൊ അച്ചുവിനെ അവിടെ ഒരു പാലത്തിനടിയിൽ ഇങ്ങനെ ഒരു കാറിനകത്ത് അച്ചു ഇരിക്കുകയാണ്. അപ്പോഴേക്കും അവിടെ ഡ്രൈവർ ഉണ്ടായിരുന്നു, അച്ചുവിന്റെ ഡ്രൈവർ. പിന്നീട് അങ്ങോട്ട് ചെന്നിട്ട്
ആ ഡ്രൈവറിന്റെ കർണം തീർത്ത് നാളെ അങ്ങോട്ട് പൊട്ടിക്കണം. എടാ നീ ചതിക്കുമല്ലേടാന്ന് ചോദിച്ചിട്ട് എടാ അവൾ ആരാന്നറിയാവോ? എനിക്ക് അവന്റെ പെണ്ണ, നീ എന്താ വിചാരിച്ചോണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അവന്റെ പോക്കറ്റിൽ നിന്ന് കീ ഇങ്ങ് എടുക്കുവാണ്. സ്ഥലം വിട്ടോണം, ഇവിടെ അങ്ങ് നിന്നെ കണ്ടു പോയേക്കല്ലെന്ന് പറയാണ്. പിന്നീട് അവനെ അങ്ങോട്ട് ഓടിക്കുവാണ്. പിന്നീട് അച്ചുവിന്റെ അരിയിലേക്ക് ചെല്ലുവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മളിന്ന് കാണുന്നത്. ഇനി എന്തായി തീരും എങ്ങനെ തീരുന്നില്ല. പക്ഷെ ഇതിന്റെ ഏറ്റവും വലിയ ചതി ഇനി അറിയാൻ പോകുന്നുള്ളൂ. അത് അതിന്റെ വൈകുന്നേരത്തെ പ്രമോ വിശേഷത്തിൽ പറയാട്ടോ. ഏറ്റവും വലിയ ടിസ്റ്റ് അതാണ്. വീട്ടിലാണ് ശത്രു എന്ന് പറഞ്ഞു. അപ്പൊ ആ ശത്രു ആരെന്നൊക്കെ നമ്മൾ അറിയാനായിട്ട് പോവാ. അപ്പൊ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചോണ്ട് നിർത്തുന്നു. നന്ദി.